ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫിഖ്ഹുൽ ഇസ്ലാം വാർഷിക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്ന ഒരു റിവിഷൻ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 1 മുതൽ 4 പാഠം വരെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 5 പാഠം മുതൽ നമ്മുടെ സമയത്തിനനുസരിച്ച് ഏതൊക്കെ പാഠങ്ങൾ ഉൾപ്പെടുത്തും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകബ്ബിർഹു തക്ബീറ എന്ന 5 പാഠമാണ്. പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. എന്താണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നിയ്യത്ത്? അപ്പോൾ എന്തായാലും പഠിക്കാം. വലിയ പെരുന്നാൾ, ഇനി ചെറിയ പെരുന്നാളാണെങ്കിൽ ഇവിടെ ചെറിയ പെരുന്നാളിൻ്റെ നിയ്യത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് പെരുന്നാളിൻ്റെ പേര് മാറ്റി കൊടുത്താൽ മതി. ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോട് കൂടെ അദാ ആയി കിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് എഴുതാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കാം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം അവസാനം 5 വരി കുറയാതെ എഴുതാൻ വരും. അപ്പോഴും തുടങ്ങേണ്ടത് വെച്ചിട്ട് തന്നെയാണ്. വലിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇമാമോട് കൂടി അദാ ആയി കിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലയ്ക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടുക. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. അതാണ് പെരുന്നാൾ നിസ്കാരം. അപ്പോൾ അത് മനസ്സിലാക്കുക. തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇത് പഠിക്കുക. എന്ത് ചൊല്ലണം, പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ എന്ത് ചൊല്ലണം എന്ന് വന്നാൽ നമുക്കത് എഴുതാൻ കഴിയണം. അതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, അപ്പോഴേ എഴുതാൻ കഴിയണം. പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിലെ തക്ബീറുകളുടെ എണ്ണം എത്ര? ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകളാണ്. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകളാണ്. രണ്ടാമത്തെ റക്അത്തിൽ 5 തവണയുമാണ് തക്ബീർ, 5 തവണയുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. തക്ബീറുകൾക്ക് ശേഷം ഓതണം എന്ത്? ഫാത്തിഹയും സൂറത്തും. തക്ബീറുകൾക്ക് ശേഷം ഓതണം എന്ത് വെച്ചാൽ ഫാത്തിഹയും സൂറത്തും. മനസ്സിലാക്കുക. പിന്നെ അസ്സലാത്ത് ജാമിയ എന്ന് വിളിച്ചു പറയും ആര്? പെരുന്നാൾ നിസ്കാരത്തിൽ അസ്സലാത്ത് ജാമിയ എന്ന് വിളിച്ചു പറയും ആര്? മുഅദ്ദിനാണ് വിളിച്ചു പറയുന്നത്. മുഅദ്ദിൻ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അസ്സലാത്ത് ജാമിയ പെരുന്നാൾ നിസ്കാരത്തിൽ മുഅദ്ദിൻ വിളിച്ചു പറയും എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അസ്സലാത്തു ജാമിയ. അപ്പോൾ 2 രീതിയിലും ചോദ്യം മനസ്സിലാക്കി പഠിക്കുക. പിന്നെ സലാമിന് ശേഷം എന്ന് പറഞ്ഞാൽ സലാം വീട്ടിയതിന് ശേഷം അറബിയിൽ 2 ഹുത്തുബ ഓതി. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ഹുത്തുബ. എത്ര ഹുത്തുബ ഉണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ? 2 ഹുത്തുബ. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ഹുത്തുബ ഓതേണ്ടത്. ആദ്യ ഹുത്തുബ തുടങ്ങുമ്പോൾ 9 പ്രാവശ്യവും രണ്ടാം ഹുത്തുബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലണം. ഇതൊക്കെ മനസ്സിലാക്കുക. ആദ്യ ഹുത്തുബയിൽ എത്ര തക്ബീർ ചൊല്ലണം എന്ന് വെച്ചാൽ 9 പ്രാവശ്യം. രണ്ടാം ഹുത്തുബയിൽ 7 പ്രാവശ്യവും. 9ഉം 7ഉം മനസ്സിലാക്കി പഠിക്കുക. വീട്ടിയതിന് ശേഷമാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഹുത്തുബ ഉള്ളത്. അതൊക്കെ ചോദ്യം വരാം. അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിൽ റക്അത്തുകളിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ദുആഉൽ ഇഫ്തിതാഹിന് ശേഷമാണ്. ആദ്യ റക്അത്തിൽ ദുആഉൽ ഇഫ്തിതാഹിന് ശേഷമാണ് 7 തവണ തക്ബീർ ചൊല്ലേണ്ടത്. അത് ഫസ്റ്റ് അബ്ബാഗ പേജ് മർച്ചയിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കണം. പിന്നെന്താണ്, അതുപോലെ തന്നെ 2ാം റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ഫാത്തിഹക്ക് മുമ്പാണ്. 2ാം തക്ബീർ ചൊല്ലേണ്ടത് ഫാത്തിഹക്ക് മുമ്പാണ്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നിർവഹിക്കണം എന്താണ്? ഹുത്തുബ നിർവഹിക്കണം. ആദ്യ ഹുത്തുബയിൽ എത്ര തക്ബീർ? 9 തക്ബീർ. രണ്ടാമത്തെ ഹുത്തുബയിൽ 7 തക്ബീർ.
പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? സൂര്യോദയം മുതൽ ളുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. സൂര്യോദയം മുതൽ ളുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതോടെ തക്ബീറിൻ്റെ സമയം അവസാനിക്കും. തക്ബീറുകളുടെ സമയം അവസാനിക്കും എപ്പോൾ? നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതോടെ തക്ബീറിൻ്റെ സമയം അവസാനിക്കും. എന്നാൽ അറഫാ ദിവസം സുബ്ഹ് മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാന അസർ വരെ ഓരോ നിസ്കാര ശേഷവും സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എപ്പോൾ? അറഫാ ദിവസം സുബ്ഹ് മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസർ വരെ ഓരോ നിസ്കാരത്തിന് ശേഷവും സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നിരുപാധികം തക്ബീർ അവസാനിക്കുന്നത് എപ്പോൾ എന്ന് വെച്ചാൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നതോടെ നിരുപാധികം തക്ബീർ അവസാനിക്കുന്നതാണ്. നിസ്കാര ശേഷമുള്ള തക്ബീറിൻ്റെ സമയം അത് ചോദിച്ചാലാണ് അറഫാ ദിവസം സുബ്ഹ് മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസ്ർ വരെ ഓരോ നിസ്കാര ശേഷവും സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതാണ് പെരുന്നാൾ ദിവസം നിസ്കാര ശേഷമുള്ള തക്ബീറിൻ്റെ സമയം. അറഫാ ദിവസത്തിലെ സുബ്ഹ് മുതൽ അയ്യാമു തശ്രീഖിലെ അവസാന ദിവസം അസർ വരെ. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ടത് എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. പെരുന്നാൾ ദിവസം ചെയ്യേണ്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഭക്ഷണം കഴിക്കുക, പുതുവസ്ത്രം ധരിക്കുക, കുടുംബാംഗങ്ങളെ സന്ദർശിക്കുക, സന്തോഷം പങ്കിടുക, മരണപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്യുക, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, എല്ലാ തിന്മകളും വർജിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ പെരുന്നാൾ ദിവസങ്ങളിൽ ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതൊക്കെ എക്സാമിന് ചോദ്യമായിട്ട് വരും. ചോദ്യം വരാം, എന്ത്? പെരുന്നാൾ ദിവസം അബ്ദുള്ളയും അബ്ദുറഹ്മാനും നിസ്കാരശേഷം എന്തെല്ലാം ചെയ്തു എന്നൊക്കെ ചോദിച്ചാലൊക്കെ നമുക്കത് എഴുതാം. അബ്ദുറഹ്മാനും അബ്ദുള്ളയും ഉപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്തു എന്നൊക്കെ എഴുതാം. മനസ്സിലാക്കുക. മസ്ജിദിലേക്ക് പോകുമ്പോൾ ദീർഘവഴിയിലൂടെയും മടങ്ങുമ്പോൾ എളുപ്പ വഴിയിലൂടെയും ആയിരിക്കൽ സുന്നത്താണ്. മസ്ജിദിലേക്ക് പോകുമ്പോൾ ദീർഘവഴിയിലൂടെയും മടങ്ങുമ്പോൾ എളുപ്പ വഴിയിലൂടെയും ആയിരിക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താണ്? അല്ലാഹു തആലയാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു തആലക്കാണ് സർവസ്തുതിയും. മുസ്ലിങ്ങളുടെ 2 ആഘോഷങ്ങൾ ഏതെല്ലാമാണ്? ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും. ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും മുസ്ലിങ്ങളുടെ 2 ആഘോഷങ്ങൾ. തക്ബീറും പെരുന്നാൾ നിസ്കാരവും ബലികർമ്മവുമാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ. അപ്പോൾ ബലി പെരുന്നാളിൻ്റെ പ്രധാന കർമ്മങ്ങൾ ഏതൊക്കെയാണ്? തക്ബീറും പെരുന്നാൾ നിസ്കാരവും ബലികർമ്മവുമാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ. പുരുഷൻ മസ്ജിദിൽ പോയും സ്ത്രീകൾ വീടുകളിൽ വെച്ചും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. അപ്പോൾ അതൊക്കെ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്ത ചാപ്റ്റർ ഏതാണ്? അബ്വാബുൽ ഖൈർ, റഹ്മത്തിൻ്റെ വാതിൽ. എന്താണ് ഇതിൽ പറയുന്നത്? തറാവീഹ് നിസ്കാരത്തെയും വിത്ർ നിസ്കാരത്തെയും കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമളാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും. തറാവീഹിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അധിക എക്സാമിനും തറാവീഹിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വരും അവസാനത്തെ ചോദ്യമായിട്ട്. വിത്ർ നിസ്കാരത്തെ കുറിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അത് രണ്ടും ഈ പാഠത്ത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി തറാവീഹ് നിസ്കരിച്ചു. അതുപോലെ 3 ദിവസവും തറാവീഹ് നിസ്കരിച്ചു. 4-ാം ദിവസം നിസ്കരിക്കാൻ വന്നില്ല.
എന്താണ് കാരണം? എന്ത്? 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ തറാവീഹിന് വന്നില്ല. കാരണം എന്ത്? തറാവീഹ് ഫർലാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ്. തറാവീഹ് ഫർലാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹിന് 4-ാം ദിവസം വരാതിരുന്നത്. ആദ്യമായി തറാവീഹ് ഒറ്റ ജമാഅത്തായി നിസ്കരിച്ചത് ആരുടെ കാലത്താണ്? ആരുടെ കാലത്താണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ജമാഅത്തിന് വേണ്ടി 2-ാം ഖലീഫ ഇമാമാക്കിയത് ആരെ? ജമാഅത്തിന് വേണ്ടി ഖലീഫ ഇമാമാക്കിയത് ആരെയാണ്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഇമാമായി നിശ്ചയിച്ചത്. ആരുടെ ഭരണകാലത്താണ് ജനങ്ങൾ ഒറ്റക്കും ചെറു ജമാഅത്തുകളായും തറാവീഹ് നിസ്കരിച്ചു പോന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ചു. ഒറ്റ ജമാഅത്തായി പുനഃക്രമീകരിച്ചു. തറാവീഹ് എത്ര റക്അത്താണ്? 20 റക്അത്താണ്. സഹാബികളെല്ലാം നിസ്കരിച്ചിരുന്നത് 20 റക്അത്താണ്. തറാവീഹ് 20 റക്അത്താണ് എന്നതിൻ്റെ തെളിവ് എന്ത്? സഹാബികളുടെ ഇജ്മാ ആണ്. സഹാബികളുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് 20 റക്അത്താണ് എന്നത്. സഹാബികളുടെ ഇജ്മാ കൊണ്ട്. തറാവീഹ് നിസ്കരിച്ചാൽ ലഭിക്കുന്ന നേട്ടം എന്ത്? ലഭിക്കുന്ന നേട്ടം എന്ത്? ഹദീസിൽ വന്നത് എന്ത് എന്ന് ചോദിച്ചാൽ വിശ്വാസത്തോടെയും പൊരുത്തം ആഗ്രഹിച്ചും റമദാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. വിശ്വാസത്തോടെയും ഡാഷ് പ്രതീക്ഷിച്ചും വിട്ടഭാഗം പൂരിപ്പിക്കാനും വരും. റമദാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. എന്ത് നിസ്കരിച്ചാലാണ്? തറാവീഹ് നിസ്കരിച്ചാൽ. അങ്ങനൊക്കെ ചോദ്യം വരാം. വിത്റിൻ്റെ അധികരിച്ച രൂപം എത്ര? വിത്റിൻ്റെ അധികരിച്ച രൂപം 11 റക്അത്താണ്. വിത്റ് കൂടിയതിൽ കുറഞ്ഞ രൂപം, കൂടിയതിൻ്റെ കുറഞ്ഞ രൂപം 3 റക്അത്താണ്. അധികരിച്ചാൽ 11 റക്അത്ത്. വിത്റിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം 1 റക്അത്താണ്. വിത്റിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം 1 റക്അത്താണ്. വിത്റിൻ്റെയും തറാവീഹിൻ്റെയും സമയം എപ്പോൾ? ഇശാ നിസ്കരിച്ചത് ശേഷം സുബ്ഹി വരെയാണ്. ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹി വരെയാണ്. വിത്റിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെ? 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആല, 2-ാമത്തേതിൽ സൂറത്തുൽ കാഫിറൂന, 3-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും. വിത്റിന് ശേഷം 3 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ ഏത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറയണം. ഏത് നിസ്കാരത്തിന് ശേഷം? വിത്ർ നിസ്കാരത്തിന് ശേഷം. തറാവീഹും വിത്റും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വിത്ർ എല്ലാ ദിവസവും സുന്നത്തുള്ള നിസ്കാരമാണ്. തറാവീഹ് റമദാനിൽ മാത്രം സുന്നത്തുള്ള നിസ്കാരമാണ്. എന്നാൽ റമദാനിലെ വിത്ർ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പോൾ തറാവീഹും വിത്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് തറാവീഹിനെ കുറിച്ച് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ എന്തൊക്കെ എഴുതാം? റമദാനിലെ ഇശാ നിസ്കരിച്ചതിന് ശേഷമുള്ള 20 റക്അത്ത് നിസ്കാരമാണ് തറാവീഹ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒറ്റക്കും ചെറു ജമാഅത്തുകളായും നിസ്കരിച്ചു പോന്നു. പിന്നീട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ച് ഒറ്റ ജമാഅത്താക്കി പുനഃക്രമീകരിച്ചു. സഹാബികളെല്ലാം നിസ്കരിച്ചത് 20 റക്അത്താണ്. തറാവീഹ് 20 റക്അത്താണെന്ന് സഹാബികളുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വളരെ പുണ്യമുള്ള നിസ്കാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും റമദാൻ രാത്രിയിൽ വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും എന്ന് ഹദീസിലുണ്ട്. തറാവീഹ് നിസ്കാരത്തിൽ പ്രത്യേക സൂറത്തുകൾ സുന്നത്തില്ല. എങ്കിലും തറാവീഹ് നിസ്കാരങ്ങളിൽ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. അതൊക്കെ ചേർത്ത് തറാവീഹിനെ കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. വിത്ർ നിസ്കാരത്തെക്കുറിച്ച് എന്ത് ചെയ്താൽ? വിത്ർ എല്ലാ ദിവസവും സുന്നത്താണ്. ഇശാ നിസ്കരിച്ചതിന് ശേഷം
ആണ് വിത്ർ നിസ്കരിക്കേണ്ടത്. റമദാനിൽ മാത്രം വിത്ർ ജമാഅത്ത് സുന്നത്തുള്ളൂ. ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയത് 11 റക്അത്തുമാണ്. ഏറ്റവും കുറഞ്ഞ പൂർണ്ണരൂപം 3 റക്അത്താണ്. വിത്തിറിലെ 1-ാം റക്അത്തിൽ സൂറത്തുൽ അലായും 2-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 3-ാം റക്അത്തിൽ ഇഖ്ലാസും അവ്വിദത്തേനിയും ഓതൽ സുന്നത്താണ്. നിസ്കാര ശേഷം 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറയലും സുന്നത്തുണ്ട്. അപ്പം ഇത്രയും വിത്തിറിനെ കുറിച്ചിട്ട് എഴുതാം. പാടത്തുനിന്ന് ഉള്ളുന്ന് വരുന്ന ചെറിയ ചോദ്യങ്ങൾ, വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. തറാവീഹ് നിസ്കാരത്തിൽ ഡേഷ് സുന്നത്തില്ല. എന്താണ്? പ്രത്യേകം സൂറത്തുകൾ സുന്നത്തില്ല. അങ്ങനെയൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പം അതിനൊക്കെ നമ്മൾ പാഠഭാഗം വായിച്ചിട്ടുള്ള പരിചയമാണ് വേണ്ടത്. ഇശാഇ നിസ്കാരത്തിന് ശേഷം ഡേഷ് വരെയാണ് തറാവീഹിൻ്റെ സമയം. അപ്പോൾ സുബ്ഹ് വരെ അങ്ങനെയൊക്കെ എഴുതാൻ കഴിയണം. റമദാനിൽ മാത്രം സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് ഏത്? എന്താണ്? തറാവീഹ്. റമദാനിൽ മാത്രമേ ഡേഷ് ജമാഅത്ത് സുന്നത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിത്തറിൽ എഴുതി കൊടുക്കണം. സഹാബികൾ ഡേഷ് 20 റക്അത്താണ് എന്താണ് തറാവീഹ് നിസ്കരിച്ചത് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. തറാവീഹ് 20 റക്അത്താണെന്ന് സഹാബികളുടെ ഡേഷ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മൻ കാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മൻ കാമ ഡാഷ് ഈമാൻ വഹ്തിസാബൻ റമളാന. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കാം. സ്വലാത്തു തറാവീഹ് 20 റക്അത്തുൻ. അർത്ഥമേതുക, സാരമേതുക എന്നൊക്കെ പറഞ്ഞു വരും. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. അപ്പം അത്രയും ഈ അബ്വാബ് ഹൈർ എന്ന 6-ാമത്തെ പാഠത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. പിന്നെ തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പം ഇത്രയും ഉൾപ്പെടുത്തി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.